റമദാൻ മാസം തുടങ്ങുമ്പോൾ നമ്മളെല്ലാവരും പറയുന്നൊരു ഡയലോഗുണ്ട്. ഈ റമദാനിൽ എന്തായാലും ഒരുപാട് ഇബാദത്ത് ചെയ്യണമെന്ന്. പക്ഷേ ഓണസ്റ്റ്ലി പറഞ്ഞാൽ റമദാൻ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ കിച്ചണിൽ തന്നെ പകുതി എനർജി പോകുന്നില്ലേ? ഇഫ്താർ പ്ലാനിംഗ്, കട്ടിംഗ്, ഫ്രൈയിങ്, ക്ലീനിംഗ്, പിന്നെ വീണ്ടും അത്താഴത്തിനുള്ള പ്രിപ്പറേഷൻ. റമദാൻ മാസത്തിന് മുൻപ് നമ്മൾ മാനസികമായി തയ്യാറെടുക്കുന്നത് പോലെ തന്നെ കിച്ചണിലും കുറച്ച് തയ്യാറെടുപ്പുകളാവാലോ. അതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് എൻ്റെ റമദാൻ മീൽ പ്രെപ്പാണ്. ആദ്യം തന്നെ ഞാൻ 3 ഡിഫറെൻറ്റ് ചിക്കൻ മാരിനേറ്റ്സ് ആണ് റെഡിയാക്കിയത്. 3 ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ആണ്. അതുകൊണ്ട് നമുക്ക് സെയിം ടേസ്റ്റ് ആയിട്ട് തോന്നില്ല. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ സ്ക്രീനിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ആദ്യം ഉണ്ടാക്കിയത് തന്തൂരി ചിക്കൻ ആയിരുന്നു. ഞാൻ ഈ കാണിക്കുന്ന മാരിനേഷൻ തന്നെ ചെയ്യണമെന്നൊന്നും ഒരു നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് അറിയാവുന്ന അല്ലെങ്കിൽ കഴിക്കണമെന്ന് ആഗ്രഹമുള്ള ഏത് വേണമെങ്കിലും ചെയ്യാം. അൽഫാം ചിക്കൻ്റെയോ ഷവായ് ചിക്കൻ്റെയോ അല്ലെങ്കിൽ ടിക്ക, അങ്ങനെ പല രീതിയിലുള്ള മാരിനേറ്റ്സ് ഉണ്ടല്ലോ. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് ഇതുപോലെ സിപ്പ് ലോക്ക് ബാഗിലാക്കി സൂക്ഷിച്ച് വെക്കാം കേട്ടോ. പിന്നെ ഉണ്ടാക്കിയത് ഗ്രീൻ കളർ ഹെർബ് ചിക്കൻ. ഇങ്ങനെ ഫ്രീസറിലേക്ക് ഫുഡെല്ലാം സ്റ്റോർ ചെയ്യുന്നത് കാണുമ്പോൾ ചിലർക്കെങ്കിലും അത് ഒരു ഫ്രഷ് അല്ല എന്നൊക്കെ ഒരു ഫീൽ തോന്നാറുണ്ട്. പക്ഷേ ടേസ്റ്റ് വൈസോ ഹെൽത്ത് വൈസോ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. എപ്പോഴും ചെറിയ ബാച്ചുകളായിട്ട് സിപ്പ് ലോക്ക് ബാഗിൽ വെക്കാൻ ശ്രദ്ധിക്കണം. അതിനുശേഷം ഉണ്ടാക്കിയത് നാൻഡോ സ്റ്റൈലുള്ള പെരി പെരി ചിക്കനാണ്. അതിന് വേണ്ടിയിട്ട് ഉള്ളിയും റെഡ് ക്യാപ്സിക്കവും ഒന്ന് സ്റ്റൗവിൽ ചുട്ടെടുക്കണം. അതിനുശേഷം ഈ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ബ്ലെൻഡ് ചെയ്ത് ഒരു മാരിനേറ്റ് തയ്യാറാക്കാം. ഇത്രയാണ് ചിക്കൻ മാരിനേഷൻ ഞാൻ തയ്യാറാക്കിയത്. ഇതെല്ലാം നമ്മൾ ഒരു ക്ലിയർ സിപ്പ് ലോക്ക് ബാഗിൽ സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ദിവസം എടുത്ത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. നമ്മളൊരു കാര്യം ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ റമദാൻ ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് എക്സോസ്റ്റിംഗ് അവർ സെൽസ്, ഇറ്റ്സ് ജസ്റ്റ് ബാലൻസിങ് ദുനിയ ആൻഡ് ആഖിറ. സോ നിങ്ങൾക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെയിലി ഫ്രഷ് ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാം. ഇത് പ്രത്യേകിച്ചിട്ടും വർക്കിംഗ് വുമൺ അതുപോലെ തന്നെ ചെറിയ മക്കളുള്ള ഉമ്മമാർക്കൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ നെക്സ്റ്റ് ഉണ്ടാക്കിയത് സമൂസാസ് ആണ്. സ്വിറ്റ്സിൻ്റെ ഹോൾ വീറ്റ് ലീഫാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് ഹെൽത്തി ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ സമൂസയുടെ ഫില്ലിംഗ് ഒന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ഫില്ലിംഗ് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. ഞാനിവിടെ ചിക്കൻ ഫില്ലിംഗ് ആണ്, സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ ഫില്ലിംഗ് ആണ് ഉണ്ടാക്കുന്നത്. ആൻഡ് ഇതേപോലെ എല്ലാം സ്റ്റോർ ചെയ്ത് സിപ്പ് ലോക്ക് ബാഗിലാക്കി ഡേറ്റും പേരും എല്ലാം എഴുതിയിട്ട് നമുക്ക് എടുത്ത് വെക്കാം. ആൻഡ് നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ചീസി ബോക്സ് സ്നാക്സ് ആണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ഉണ്ടാക്കി കുറച്ച് മോസറല്ല ചീസും ഇട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് നമുക്ക് എടുത്തു വെക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്നാക്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഇഷ്ടമുള്ള സ്നാക്സൊക്കെയും ഇതുപോലെ മീൽ പ്രെപ്പ് ചെയ്യാം. കട്ട്ലറ്റോ അല്ലെങ്കിൽ വേറെ നിങ്ങൾക്ക് അറിയാവുന്ന ഏത് തരത്തിലുള്ള സ്നാക്സും ഉണ്ടാക്കി വെക്കാം. പിന്നെ ഉണ്ടാക്കിയത് ഞാൻ സോസേജ് റോൾസ് ആണ്. ഇത് അത്ര ഹെൽത്തി ഒന്നുമല്ല, പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ജസ്റ്റ് ഒന്ന് സോസേജ് ഒന്ന് ചെറുതായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യുക, ഒന്ന് ടേസ്റ്റിന് വേണ്ടി. പിന്നെ മുട്ടയും ബട്ടറും കൂടിയിട്ടൊന്ന് എഗ് വാഷിന് വേണ്ടിയിട്ടൊന്ന് സെറ്റാക്കി വെക്കുക. അത് കഴിഞ്ഞ് ഒരു പേസ്ട്രി എടുത്ത് നമുക്ക് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യാം. ഓരോ സ്ക്വയറിൻ്റെ ലീഫിലും നമുക്ക് എഗ് ബട്ടർ വാഷ് ഒന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം സോസേജ് പതുക്കെ ഒന്ന് റോൾ ചെയ്യാം. അതിനുശേഷം നമുക്ക് മൈദയുടെ പേസ്റ്റ് കൊണ്ട് ജസ്റ്റ് ഒന്ന് 2 ഭാഗത്തും സ്റ്റിക്ക് ചെയ്ത് വെക്കാം. അത്രേ ഉള്ളൂ. ബൈ ദ വേ, നിങ്ങൾ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തണേ. അങ്ങനെ എല്ലാം തയ്യാറാക്കിയ ശേഷം മുകളിലൂടെ വീണ്ടും ഒരു എഗ് ബട്ടർ വാഷ് കൊടുത്ത ശേഷം വൈറ്റ് സെസമി സീഡ്സ് കൊണ്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ മീൽ പ്രെപ്പ് ചെയ്യുന്നത് ഒരുപാട് ഉപകാരം ഉണ്ടാവും കേട്ടോ. നമുക്ക് ഒരുപാട് ടൈമും സേവ് ചെയ്യാം. അതുപോലെ തന്നെ സ്ട്രെസ്സും കുറവായിരിക്കും. ഇബാദത്തിന് വേണ്ടി നമുക്ക് കൂടുതൽ സ്പേസ് കണ്ടെത്താനും പറ്റും. അടുത്തത് ഞാൻ ഉണ്ടാക്കുന്നത് സ്പ്രിംഗ് റോൾസ് ആണ്. വെജിറ്റബിൾ സ്പ്രിംഗ് റോൾസ് ആണ് ഉണ്ടാക്കുന്നത്. അതും ഇതുപോലെ ഫില്ലിംഗ് ഒക്കെ സെറ്റാക്കിയിട്ട് ഫോൾഡ് ചെയ്ത് റോൾ ചെയ്ത് നമുക്ക് എടുത്ത് വെക്കാം. റമദാൻ സമയത്ത് നമ്മളെ വീട്ടുകാർക്കും എല്ലാം ഫുഡ് ഉണ്ടാക്കുന്നതും കൂടി ഒരു ഇബാദത്താണെന്ന് എല്ലാവരും പറയാറുണ്ട്. പക്ഷേ ഫുൾ ടൈമും നമ്മൾ കിച്ചണിൽ തന്നെ സ്പെൻഡ് ചെയ്യണം എന്നൊന്നുമില്ല. അതിൽ വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. നമുക്ക് കാണിക്കുന്നത് ബീഫ് കോഫ്തയാണ്. ബീഫ് കോഫ്തയുടെ റെസിപ്പി ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാൻ മറക്കണ്ട. ആൻഡ് ഫൈനലി നമ്മുടെ ഫ്രോസൺ മസാല ക്യൂബ്സ്. ഇതിനു മുൻപ് ഞാൻ എൻ്റെ ഷോർട്സിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫ്രോസൺ മസാല ക്യൂബ്സ് ഉണ്ടാക്കുന്നത് വഴി നമുക്ക് കറികളൊക്കെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. ഇതാണ് എൻ്റെ മീൽ പ്രെപ്പിംഗ്. കുറച്ച് മണിക്കൂറത്തെ പ്ലാനിങ്ങും 1-2 ദിവസത്തെ പ്രിപ്പറേഷനും ഉണ്ടെങ്കിൽ നമുക്ക് 30 ദിവസം വളരെ സ്മൂത്തായിട്ട് തന്നെ പോകും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട.